ഹലോ, ഗുഡ് മോർണിംഗ്. സുഖമല്ലേ എല്ലാവർക്കും? എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ ഒരു CV എങ്ങനെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു തരാം നിങ്ങൾക്ക്. അതായത് ATS ഫ്രണ്ട്ലി CV ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ATS എന്നാൽ ആപ്ലിക്കൻ ട്രാക്കിംഗ് സിസ്റ്റം. അപ്പോൾ ഇവിടെ CV ഒക്കെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനായിട്ട് അതിൽ നിന്ന് ചൂസ് ചെയ്യുന്നത് മെഷീൻ വഴിയാണ്. അപ്പോൾ ആ മെക്കാനിക്കൽ സെലക്ഷനിൽ നിങ്ങൾ പെടണമെങ്കിൽ നിങ്ങളുടെ CV അത്രയും കറക്റ്റ് ആയിരിക്കണം. അതിൽ ഒരുപാട് കീവേഡ്സ് ഒക്കെ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇന്നിപ്പോൾ പലർക്കും CV എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയില്ല. നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് ഒരു ടെംപ്ലേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതനുസരിച്ച് നിങ്ങളുടെ CV ഉണ്ടാക്കാറാണ് പതിവ്. നിങ്ങൾ ഒരുപാട് CVകൾ നോക്കിയിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് വേണം നല്ലൊരു CV ഉണ്ടാക്കാനായിട്ട്. ഒരു ATS ഫ്രണ്ട്ലി CV ഉണ്ടാക്കുന്നതിന് എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് എൻ്റെ അറിവ് വെച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ ഒരുപാട് റിസർച്ച് ചെയ്ത് നോക്കി. അപ്പോൾ അതിൽ നിന്നുള്ള അറിവാണ് ഞാൻ ഇതിലൂടെ ഇവിടെ പങ്കുവയ്ക്കുന്നത്. ഒന്നാമതായിട്ട് സിമ്പിൾ ഫോർമാറ്റ് ഉപയോഗിക്കുക. നിങ്ങൾ ഫാൻസി ഫോൺസ് യൂസ് ചെയ്യാണ്ടിരിക്കുക. ടേബിൾസ്, കോളംസ്, ഗ്രാഫിക്സ് ഇതൊക്കെ ഒഴിവാക്കുക. വളരെ സിമ്പിളായിട്ട് വേണം CV തയ്യാറാക്കാൻ. പ്ലെയിൻ ഫോർമാറ്റിൽ എഴുതുക. അത് വേർഡോ PDF ആവാം. അടുത്തത് ഏത് ഫോണ്ടിൽ വേണം എന്നുള്ളതാണ്. സാധാരണയായിട്ട് നമ്മൾ ഏരിയലാണ് ഫോണിൻ്റെ കൂടെ യൂസ് ചെയ്യാറ്. ആ ഏരിയലോ കാലിബ്രയോ ഏത് വേണമെങ്കിലും നിങ്ങൾക്കിവിടെ യൂസ് ചെയ്യാം. മറ്റുള്ള ഫോൺസ് ഒന്നും യൂസ് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. സെക്കൻഡ് പോയിൻ്റാണ് ക്ലിയർ ഹെഡിങ്സ് വെച്ചുകൊണ്ട് വേണം CV തയ്യാറാക്കാൻ. ഫോർ എക്സാമ്പിൾ ഫുൾ നെയിം ആൻഡ് അഡ്രസ്, പ്രൊഫഷണൽ സമ്മറി, വർക്ക് എക്സ്പീരിയൻസ്, സ്കിൽസ്, എഡ്യൂക്കേഷൻ എന്നിങ്ങനെ ഹെഡിങ്സ് വെച്ചുകൊണ്ട് നിങ്ങൾ CV തയ്യാറാക്കണം. അപ്പോൾ ആ ഹെഡിങ്സിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം കീവേഡ്സിൽ വരുന്ന പല വാക്കുകളും നിങ്ങൾക്ക് ഈ ഹെഡിങ്സിൽ ഉൾപ്പെടുത്താം. തേർഡ് പോയിൻ്റാണ് കീവേഡ്സ് വേണം. അതിൽ ജോബ് നോട്ടിഫിക്കേഷനിലുള്ള ഒരുപാട് കീവേഡ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ സിസ്റ്റത്തിൽ നിങ്ങളുടെ CV ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുകയുള്ളൂ. ATS സിസ്റ്റത്തിൽ CV ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നത് കീവേഡ്സ് അനുസരിച്ചാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് നിങ്ങളൊരു ഇലക്ട്രീഷ്യനാണെന്ന് വിചാരിക്കുക. ആ ജോബിന് നിങ്ങൾ ചേർക്കേണ്ട കീവേഡ്സ് എന്തൊക്കെയാണെന്ന് പറയാം. ബുള്ളറ്റ് പോയിന്റ്സ് ഇട്ടിട്ട് നിങ്ങൾ ഇതിലൂടെ നോട്ട് ചെയ്യണം. ഇലക്ട്രിക്കൽ മെയിൻ്റനൻസ്, വയറിംഗ്, ട്രബിൾ ഷൂട്ടിംഗ്, സേഫ്റ്റി കോംപ്ലയൻസ്. ബാക്കി കീവേഡ്സ് ജോബിൻ്റെ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അതിലുള്ള കുറച്ച് കീവേഡ്സ് കൂടി ഇതിലൂടെ ചേർക്കാം. ഇനി അടുത്ത പോയിന്റാണ് നിങ്ങൾ വർക്ക് എക്സ്പീരിയൻസ് ചേർക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓരോ ജോബിൻ്റെയും കമ്പനീനെയും റോള്, ഡ്യൂറേഷൻ, നിങ്ങൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളതെല്ലാം തന്നെ ബുള്ളറ്റ് പോയിന്റ്സ് ഇട്ടിട്ട് ചേർക്കുക. ഫോർ എക്സാമ്പിളായിട്ട് ഒരു ഇലക്ട്രീഷ്യനാണെങ്കിൽ ഇൻസ്റ്റാൾഡ് ആൻഡ് മെയിൻറ്റെയിൻഡ് ഇലക്ട്രിക്കൽ സിസ്റ്റം. അടുത്ത പോയിന്റിൽ ഡയഗ്നോസ്ഡ് ഫോൾട്ട്സ് ആൻഡ് റിപ്പയർഡ് ദ എക്യുപ്മെൻറ്റ്, ഫോളോഡ് സേഫ്റ്റി റെഗുലർലി. ചില കാര്യങ്ങൾ നമ്പേഴ്സിൽ ആഡ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇംപ്രൂവ്ഡ് എഫിഷ്യൻസി ബൈ 20%, ഹാൻഡിൽഡ് 100+ കസ്റ്റമേഴ്സ് ഡെയിലി. ഇതുപോലെ നമ്പേഴ്സ് ചേർത്തുകൊണ്ട് എഴുതാം. അടുത്തത് പ്രൊഫഷണൽ സമ്മറി. ഇത് 2 മുതൽ 4 വരെ സെന്റൻസിൽ എഴുതാം. എക്സാമ്പിൾ സ്കിൽഡ് ഇലക്ട്രീഷ്യൻ വിത്ത് 5+ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഇൻ മെയിൻ്റനൻസ് ആൻഡ് ഇൻസ്റ്റലേഷൻ. ഒരു സെന്റൻസ് അത് എഴുതാം. സ്ട്രോങ് നോളജ് ഓഫ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ആൻഡ് ട്രബിൾ ഷൂട്ടിംഗ്. ഇങ്ങനെ 2 സെന്റൻസ് നിങ്ങൾക്ക് പ്രൊഫഷണൽ സമ്മറിയിൽ എഴുതാം. അടുത്തത് സ്കിൽസ് ആണ്. ഇതെല്ലാം ഹെഡിങ് കൊടുത്ത് വേണം എഴുതാനായിട്ട്. ഇതിലും ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് വേണം എല്ലാം നിങ്ങളിവിടെ സെറ്റ് ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ ടെക്നിക്കൽ സ്കിൽസ്, ടൂൾസ് യൂസ്ഡ്, നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള സോഫ്റ്റ്വെയർസ് എഴുതിയിട്ട് അവിടെ ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് എന്തെല്ലാം സോഫ്റ്റ്വെയർ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്, എന്തെല്ലാം ടൂൾസ് ഉപയോഗിച്ചിട്ടുണ്ട്, എന്തെല്ലാം ടെക്നോളജി യൂസ് ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ നിങ്ങൾക്ക് അതിൽ ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് കൊടുക്കാം. അതുപോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളുടെ CVയിൽ 1 to 2 പേജസ് ആവാം. എന്നാൽ ഒരു ഫ്രഷറാണ് ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 1 പേജ് മാത്രമേ നിങ്ങളുടെ CVയിൽ പാടുള്ളൂ. കാരണം നിങ്ങൾക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഒന്നുമില്ല. നിങ്ങൾ ആവശ്യമില്ലാതെ അവിടെ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ എഴുതി ചേർക്കാണ്ടിരിക്കുക. നിങ്ങൾ ഫ്രഷ് ഗ്രാജുവേറ്റ് ആണെങ്കിൽ അത് കൃത്യമായിട്ട് അതിൽ കാണിക്കുക. എക്സ്പീരിയൻസ്ഡ് ആണെങ്കിൽ ചെയ്ത ജോലിയെക്കുറിച്ചുള്ള എല്ലാ കമ്പനിയുടെയും അതുപോലെ നിങ്ങളുടെ റോള്, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി, ഇക്കാര്യങ്ങളെല്ലാം ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക.
2 പേജിൽ കൂടിയ CV ഈ ATS സിസ്റ്റത്തിൽ ഒരിക്കലും ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടില്ല. ഫ്രഷേഴ്സിന് 1 പേജും എക്സ്പീരിയൻസിന് 1 to 2 പേജസും CVയിലാവാം. ഇനി അത്യാവശ്യം അവോയ്ഡ് ചെയ്യേണ്ട ചില കാര്യങ്ങളാണ്. ഫസ്റ്റ്, അവോയ്ഡ് സ്പെല്ലിംഗ് മിസ്റ്റേക്സ്. ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലും പാടില്ലാതെ വേണം CV തയ്യാറാക്കാൻ. ചില പേഴ്സണൽ ഇൻഫോ എഴുതാൻ പാടില്ല. റിലീജിയൻ, മാർഷ്യൽ സ്റ്റാറ്റസ് എന്നിവ അതിൽ ചേർക്കാനായിട്ട് പാടില്ല. ഫോട്ടോസ് പാടില്ല. സാധാരണയായിട്ട് ന്യൂസിലൻഡ് CVയിൽ ഫോട്ടോസ് ചേർക്കാറില്ല. ചില സമയത്ത് നിങ്ങൾ മറ്റ് CVയിൽ നിന്നും കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് വേറൊരു CV ഉണ്ടാക്കാറുണ്ട്. ഇതുപോലെ കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് പാടില്ല. നിങ്ങൾ അതിൽ ടൈപ്പ് ചെയ്ത് തന്നെ ചേർക്കണം. കോപ്പി പേസ്റ്റ് ചെയ്ത CV പെട്ടെന്ന് തന്നെ ATSൽ കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പോൾ ആ ട്രാക്കിങ്ങിൽ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റഡ് ആവില്ല. അതുകൊണ്ട് ഒരിക്കലും കോപ്പി പേസ്റ്റ് ചെയ്യരുത്. അടുത്തതായിട്ട് നിങ്ങളുടെ റൈറ്റ് ടു വർക്ക് സ്റ്റാറ്റസ് അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കണം. അതായത് നിങ്ങൾക്ക് പെർമനൻറ്റ് റെസിഡൻസി ഉണ്ടെങ്കിൽ അതവിടെ കാണിച്ചിരിക്കണം. ഇനി അതല്ല, ഫ്രഷേഴ്സ് ഇന്ത്യയിൽ നിന്ന് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ സ്പോൺസർഷിപ്പ് ജോബ്സ് ആണ് ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് അവിടെ വർക്ക് റൈറ്റ് ഇല്ല എന്ന് വ്യക്തമാക്കിയിരിക്കണം. അത്യാവശ്യം വേണ്ടുന്ന മറ്റൊരു കാര്യമാണ് ഒരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഉണ്ടാക്കുക. ആ പ്രൊഫൈൽ ഡെയിലി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആ പ്രൊഫൈൽ കൂടി CVയിൽ കാണിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി ഓരോ രാജ്യത്തേക്കും അപ്ലൈ ചെയ്യുമ്പോൾ ഇംഗ്ലീഷിൽ തന്നെ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ന്യൂസിലൻഡിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ന്യൂസിലൻഡ് സ്റ്റൈൽ ഇംഗ്ലീഷ് യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഓർഗനൈസേഷൻ, ലേബർ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ യൂസ് ചെയ്യാനായിട്ട് നോക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങളൊരു CV ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ പഴയ CV ഒക്കെ മാറ്റിയിട്ട് പുതിയൊരു CV ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ നോക്കുക. എന്നിട്ട് ആ CV വെച്ച് പുതിയ ജോബിന് അപ്ലൈ ചെയ്യുക. തീർച്ചയായിട്ടും ATS ട്രാക്കിങ്ങിൽ നിങ്ങളുടെ CV ഷോർട്ട് ലിസ്റ്റഡ് ആവും എന്ന് തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് എൻ്റെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ see you. ബൈ. പുറത്ത് നല്ല വെയിലുണ്ട്, പക്ഷേ നല്ല തണുപ്പാണ് കേട്ടോ. കണ്ടോ, നല്ല വെയിലുണ്ട്. ഇവിടെ ഇപ്പോൾ 6 മണിയൊക്കെ കഴിഞ്ഞ് സൂര്യൻ അസ്തമിച്ചിട്ടില്ല. 8-8:30 ആകുമ്പോഴാണ് സൂര്യൻ അസ്തമിക്കുന്നത്. നല്ല വെയിലുണ്ടെങ്കിലും നല്ല തണുപ്പുണ്ട്. കാറ്റ് വരുന്നുണ്ട്, തണുത്ത കാറ്റ്. ഇത് ഞങ്ങളുടെ വീടിൻ്റെ പുറകുവശമാണ് കേട്ടോ. 2 സൈഡിലും ഗേറ്റ് ഉണ്ട്. ഫ്രണ്ടിലൊരു റോഡാണ്. ഇതിലൂടെ നമുക്ക് പുറത്തേക്ക് കടന്നു പോകാൻ മാത്രമേ പറ്റുള്ളൂ. കാർ പാർക്ക് ബാക്കിലാണ്. അപ്പോൾ അവിടെ നിന്ന് വേണം നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനായിട്ട്. ന്യൂസിലൻഡിലെ ഒരു ടിപ്പിക്കൽ വീടിൻ്റെ ബാക്ക് യാർഡാണ് ഇത്. ഇവിടെ ലോണായിരുന്നു. ഞാൻ ആ ലോണൊക്കെ നമുക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് ലോണൊക്കെ മാറ്റിയിട്ട് ഇവിടെ കുറച്ച് ടൊമാറ്റോസ്, അതുപോലെ പുതിന ഇതൊക്കെ നട്ടുപിടിപ്പിച്ചേക്കാണ്. അപ്പോൾ ലോണാണെങ്കിൽ നമ്മൾ എന്നും മൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ മാറ്റി ഞാനിപ്പോൾ ഈ രീതിയിലാക്കി വെച്ചേക്കാണ്. ഇനി ഇവിടെ മൊത്തം പുതിനയുടെ ഒരു ഫോറസ്റ്റ് പോലെ ഇതിങ്ങനെ വെച്ച് പിടിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതിവിടെ ചെയ്തേക്കുന്നത്. നന്നായിട്ട് പിടിച്ചു വരുന്നുണ്ട് പുതിനയൊക്കെ. കണ്ടോ, ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് അതിൻ്റെ വേര് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ പയറൊക്കെ നട്ടു, പയറൊക്കെ ഉണ്ടായി. അതുപോലെ തന്നെ ടൊമാറ്റോസൊക്കെ കുറച്ച് ഉണ്ടായി കിടക്കുന്നുണ്ട്. ഇപ്പം ഈ വിൻ്ററിലേക്ക് പോകുന്നതുകൊണ്ട് ഇനി ഈ കായകളൊക്കെ പഴുത്ത് കിട്ടുമോ എന്നുള്ളത് ഭയങ്കര സംശയമാണ്. ഇവിടുത്തെ സാധാരണ ചെടികളാണ് ഈ കാണുന്നത് കേട്ടോ. ഒരു ക്രിസ്മസ് ട്രീ പോലെ ഉണ്ടാവും. പിന്നെ അതേ ഇതുപോലുള്ള ചെടികളാണ് ഇവിടെ സാധാരണ വെച്ച് പിടിപ്പിക്കുന്നത്. ഇത് ഓക്സിജൻ പ്ലാന്റ് ആണ് കേട്ടോ. നിങ്ങൾ ന്യൂസിലൻഡിനെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊക്കെ കാണാൻ താല്പര്യം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ ഇവിടെ കാണിച്ചു തരുന്നത്. ഇവിടുത്തെ ഫെൻസൊക്കെ കണ്ടോ, മരം കൊണ്ടുള്ള ഫെൻസാണ്. എത്ര മഴയും വെയിലും ഏറ്റാലും ഇതൊന്നും ഒരിക്കലും നശിച്ചു പോകില്ല. ഇപ്പോൾ ദേ വീടിൻ്റെ അപ്പുറത്ത് കാണുന്ന വീടുകൾ നോക്കിക്കോളാം കേട്ടോ. ഈ വീടുകളൊക്കെ ഏകദേശം 50-60 കൊല്ലം പഴക്കമുള്ള വീടുകളാണ് കാണുന്നത്. ഞങ്ങളുടെ വീട് പണിതിട്ട് 2022 പണിതാണ്. ഇപ്പോൾ ഏകദേശം ഒരു 4 വർഷമായിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ അപ്പുറത്ത് ഇതുപോലുള്ള ടൗൺ ഹൗസുകൾ നിങ്ങൾക്ക് ഏറ്റവും അറ്റത്ത് കാണാം. അതൊക്കെ ഏകദേശം പുതിയ വീടാണ്. തൊട്ടിപ്പുറത്ത് ഒരു കാർ പാർക്ക് കാണുന്നില്ലേ, ഇതൊക്കെ വളരെ പഴക്കമുള്ള വീടാണ് കേട്ടോ. 50-60 വർഷം കഴിഞ്ഞ വീടുകൾ അവർ പുതുക്കി ഇവിടെ ഇട്ടിരിക്കുന്നതാണ്. എല്ലാ റെൻ്റൽ ഹൗസസ് ആണ് കേട്ടോ കാണുന്നതൊക്കെ തന്നെ. ഇവിടെ സ്വന്തം വീടുകളെക്കാളും കൂടുതൽ റെൻ്റലായിട്ടുള്ള ഹൗസസ് ആയിരിക്കും. ഓക്കെ.